RSSനോടുള്ള നിലപാടാണല്ലോ ചോദിച്ചത്. CPIMൻ്റെ നിലപാടാണ് ഞാൻ വ്യക്തമാക്കിയത്. ഗോവിന്ദൻ മാഷ കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയല്ലോ. പിന്നെ അതിനെപ്പറ്റി ഞാൻ പറയേണ്ടതെന്ന് അല്ല, അതിൽ അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഇന്ന് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അല്ല, ഇന്നലത്തെ സാഹചര്യം എന്താ ചോദ്യം, എന്തായിരുന്നു ഉത്തരവെന്നൊന്നും എനിക്കിപ്പോൾ അത് കൃത്യമായിട്ട് അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈ പാർട്ടിയും നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ സ്ഥിതിയും ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനെപ്പറ്റിയുള്ള വ്യക്തതയാണ് വരുത്താൻ ഞാൻ ശ്രമിച്ചത്. ഇനി അതിനേക്കാളും കൂടുതൽ പറയണമെങ്കിലും പറയാൻ എൻ്റെ അടുത്തൊക്കെ വിവരങ്ങളുണ്ട്. ഈ RSS ഏതെല്ലാം തരത്തിൽ കാര്യങ്ങൾ നീക്കിയിരുന്നു, എങ്ങനെയൊക്കെ കോൺഗ്രസ് ബന്ധപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ. അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളേ അല്ല. അങ്ങനെയൊരു അതിൽ നമ്മൾ അങ്ങനെ തെറ്റായി കാര്യങ്ങൾ വളച്ചൊടിക്കാൻ നോക്കേണ്ടതില്ല. ഈ RSSനോടുള്ള ഞങ്ങളുടെ സമീപനം വ്യക്തമായിരുന്നു. RSSുമായി ഒരു കൂട്ടുകെട്ടും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഒരു ഘട്ടത്തിൽ. അതാണ് ഞങ്ങൾ സ്വീകരിച്ച പൊതുവായ നിലപാട്. ഇവിടെ നേരത്തെയുള്ള നിലപാടെടുത്താൽ ഇപ്പോൾ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം വേണ്ടിയിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 4 അസംബ്ലി സീറ്റുകളിൽ മത്സരിക്കാൻ 1960 ജനസംഘം തീരുമാനിച്ചു. ആദ്യത്തെ മണ്ഡലം കോഴിക്കോട്, രണ്ടാമത്തേത് തൃശ്ശൂരിൽ അണ്ടത്തോട്, മൂന്നാമത്തേത് ഗുരുവായൂർ, നാലാമത്തത് EMS മത്സരിക്കുന്ന പട്ടാമ്പി. പട്ടാമ്പിയിൽ P. മാധവമേനോനെ മത്സരിപ്പിക്കാനാണ് ജനസംഘം തീരുമാനിച്ചത്. പത്രികാ സമർപ്പണമൊക്കെ നടന്നു, സജീവമായ പ്രചരണവും തുടങ്ങി. പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ ജനസംഘ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. അത് കോൺഗ്രസുമായി നടത്തിയ ബാന്ധവമായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അന്ന് രഹസ്യമായിട്ടല്ല, പരസ്യമായി തന്നെയാണ് ജനസംഘം കോൺഗ്രസ്സിന് പിന്തുണ നൽകിയത്. EMSനെ തോൽപ്പിക്കാൻ കോൺഗ്രസുമായി സഹകരിക്കും എന്നാണ് ജനസംഘം പറഞ്ഞത്. കോൺഗ്രസ് നേതാവ് A. രാഘവൻ നായരായിരുന്നു അന്ന് സ്ഥാനാർത്ഥി. അത് കോൺഗ്രസ് ലീഗ് PSP സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ദേശീയ നേതാക്കൾ ഉൾപ്പെടെയാണ് അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്. കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളെല്ലാം വന്ന് സംസാരിച്ചു. അതിനു പുറമെ ജനസംഘം നേതാവ് ദീനദയാൽ ഉപാധ്യായ പട്ടാമ്പിയിൽ വന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് തേടി. പരസ്യമായ സംഘപരിവാർ ബാന്ധവത്തിലും കോൺഗ്രസ് രക്ഷപ്പെട്ടില്ല, EMS വിജയിച്ചു. 7322 വോട്ടുകൾക്കാണ് EMS അന്ന് വിജയിച്ചു വന്നത്. ഇനി 1971 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. 1971 5ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. പാലക്കാട് നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് AKG ആണ്. അപ്പോൾ കോൺഗ്രസിനും ജനസംഘത്തിനും ഒരൊറ്റ സ്ഥാനാർത്ഥിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതാരായിരുന്നു? അവിടെ മാങ്കുറിശ്ശിയിലെ ജനസംഘം നേതാവായിരുന്ന TC ഗോവിന്ദൻ. അദ്ദേഹമായിരുന്നു കോൺഗ്രസിൻ്റെയും RSSൻ്റെയും സഖ്യ സ്ഥാനാർത്ഥി. നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി M. രാജഗോപാൽ പിൻവാങ്ങി. പക്ഷേ പാലക്കാട്ടെ വോട്ടർമാരും ജനങ്ങളും AKGയെ വിജയിപ്പിക്കുകയാണ് ചെയ്തത്. 1979 കേരളത്തിൽ 4 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. കാസർഗോഡ്, തലശ്ശേരി, തിരുവല്ല, പാറശാല. ആ ഘട്ടത്തിലാണ് ഒരു RSSകാരൻ്റെയും വോട്ട് ഇടതുപക്ഷത്തിന് വേണ്ട എന്ന് EMS പ്രഖ്യാപിച്ചത്. 4 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം
അന്ന് വിജയിച്ചു വരികയാണ് ഉണ്ടായത്. 1980 ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പ്. 1980 ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് വന്നു. 1980 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞു ഒ രാജഗോപാലായിരുന്നു, ജനസംഘക്കാരൻ. അന്ന് കോൺഗ്രസ് ഐക്കാർ RSSകാരന് വേണ്ടി വോട്ട് തേടി. രാമണ്ണറെയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. 73,587 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് രാമണ്ണറെ ജയിച്ചത്. 1980 പെരിങ്ങളം മണ്ഡലത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, KG മാരാറും AK ശശീന്ദ്രനും നേരിട്ടത്. അതേ വർഷം എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥി മറ്റാരുമായിരുന്നില്ല, മുൻ KPCC പ്രസിഡന്റ് K. സുധാകരനായിരുന്നു. K. സുധാകരൻ അന്നും ജനതാ പാർട്ടി തന്നെയായിരുന്നു. ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അവിടെ മത്സരിച്ചത്. RSSകാരായ ഒ രാജഗോപാലും KG മാരാരും അംഗങ്ങളായ അതേ പാർട്ടിയിൽ നിന്ന് അതേ ചിഹ്നത്തിലായിരുന്നു സുധാകരൻ മത്സരിച്ചത്. കോൺഗ്രസ് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് തേടി. ഞങ്ങളെ സ്ഥാനാർത്ഥി അന്നത്തെ അഖിലേന്ത്യാ ലീഗിലെ PPV മൂസിയായിരുന്നു. അദ്ദേഹമാണ് സുധാകരനെ പരാജയപ്പെടുത്തി ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ ജനതാ പാർട്ടിയിലെ PR നമ്പ്യാർക്ക് വേണ്ടിയാണ് കോൺഗ്രസ്സുകാർ പ്രവർത്തിച്ചത്. ഇടതുപക്ഷത്ത് VC കബീറായിരുന്നു, അദ്ദേഹം വിജയിച്ചു വന്നു. 1991 ബേപ്പൂർ വടകര മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോലീബി സഖ്യം, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ കോലീബി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അഡ്വക്കേറ്റ് രത്നസിംഗ് ആയിരുന്നു. അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ 91 കോൺഗ്രസ് ലീഗ് BJP ബാന്ധവത്തെക്കുറിച്ച് തുറന്നങ്ങെഴുതി. അതിപ്പോൾ നിഷേധിക്കാൻ ആർക്കും കഴിയാത്തൊരു കാര്യമാണ്. തീരട്ടെ ഇത് തീരട്ടെ. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ അല്ല, ഇത് കഴിയട്ടെ. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ നമ്മുടെ കോലീബി സ്ഥാനാർത്ഥി ഡോക്ടർ K. മാധവൻകുട്ടി, അദ്ദേഹം ഇത് പിന്നീട് വെളിപ്പെടുത്തി. കോലീബി സഖ്യത്തിൻ്റെ രൂപവൽക്കരണത്തിന് മുന്നിൽ നിന്നാരായിരുന്നു? BJPയിലെയും കോൺഗ്രസ്സിലെയും മുസ്ലിം ലീഗിലെയും പ്രമുഖ നേതാക്കൾ. ഇതേ കോലീബി സഖ്യമാണ് പിന്നീട് നേമത്തും കാണാൻ കഴിഞ്ഞത്, പല തെരഞ്ഞെടുപ്പുകളിലും കാണാൻ കഴിഞ്ഞത്.